ഏറ്റവും പ്രധാനം ബാധ്യതകൾ തീർക്കുക എന്നാണ്. വീട് പണിൻ്റെ അന്നുള്ള ബാധ്യത ഒക്കെ ഉണ്ട്. വീട് പണിക്ക് ബിരിയാണി വെച്ചുകൊണ്ടിരുന്ന ആ സാധുവിനുള്ള പൈസ എപ്പോഴും കൊടുത്തിട്ടില്ല. ഇപ്പോൾ വീട് പുതുക്കി പണിയാൻ സമയമായി. ഇങ്ങനൊന്നും നമ്മളാകാൻ പാടില്ല. കരാറ് പാലിക്കുന്നവരാണ് വിശ്വാസികൾ. നിവൃത്തികോടുകൊണ്ടാണെങ്കിൽ അതെല്ലാവരും മനസ്സിലാക്കും, ഈ കിട്ടാനുള്ളവനും അത് മനസ്സിലാക്കും. പക്ഷെ എല്ലാ ആർഭാടവും നടക്കുന്നുണ്ട്. അന്നത്തെ ബിരിയാണിൻ്റെ പൈസ എപ്പോഴും കൊടുത്തിട്ടില്ല, പക്ഷേ വീടിൻ്റെ മുന്നേ തൂണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10-15 തൂണുണ്ടാക്കുന്നുണ്ട്. എന്തിനാ തൂണ്? കുരുമുളക് കയറ്റാൻ പറ്റുമോ? വെറ്റില കൊടി ഇടാൻ പറ്റില്ല. പിന്നെ തൂണിന് വേണ്ടി കുറേ തൂണ് അത്ര തന്നെ അതുണ്ടാക്കുന്നുണ്ട്. പക്ഷേ വീട് ആദ്യം ഉദ്ഘാടനം ചെയ്ത് 20 കൊല്ലം മുന്നത്തെ ഫംഗ്ഷന് ബിരിയാണി ഉണ്ടെന്ന സാധനം എപ്പോഴും ഫുള്ളായിട്ട് പിരിച്ചുവിട്ടിട്ടില്ല. ആ കഞ്ഞിച്ചാണ് മറന്നാളെന്ന് പറയാനാ. പൗതി ഞാനും വിട്ടു, പൗതി ഇഞ്ചും വിട്ടു, ഇപ്പോൾ പൂർണ്ണമായിട്ട് പോയില്ല എന്ന് പറയാനാ. ബാധ്യതകൾ മൊത്തം തീർക്കണം, പ്രത്യേകിച്ച് മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടത്. പടച്ചറബുമായി ബന്ധപ്പെട്ട ബാധ്യത നമ്മളിങ്ങനെ തീരണേ റബ്ബേ എന്ന് പറയണമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, പടച്ചറബിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ നമ്മൾ പറ്റിച്ച് ബാധ്യതപ്പെടുത്തി നിർത്തുകയാണെന്നുള്ളത്. അപ്പോൾ അയാളോടുള്ള ബാധ്യത തീർന്നാലേ നമ്മൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ വരണ്ടേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ ആരോഗ്യപരമായി വളരെ മഹത്തായ ഒരു കർമ്മമാണ്. അത് സംബന്ധമായ വിദഗ്ധരൊക്കെ പറഞ്ഞതാണ്.